വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ വീട്ടിൽ എൻ്റെ സിസ്റ്ററും അതുപോലെ എൻ്റെ അമ്മയും കൂടി ഒരു വാട്ടർ പ്ലാന്റ്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. വരൂ പ്ലീസ്, കമാൺ. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. അപ്പോൾ പറയൂ, എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു റീസൺ? അമ്മയ്ക്കാണ് ഇതിനോട് ഇൻട്രസ്റ്റ്. അമ്മൻ്റെ കയ്യിൽ ഓൾറെഡി 2 ആമ്പല് നേരത്തെ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു 2 വർഷം മുമ്പാണ് നമ്മൾ ഇങ്ങനെ ആമ്പലൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്. വാങ്ങിച്ച് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞത് തന്നെ നമ്മൾക്ക് അതൊന്ന് ബിസിനസ് ആക്കിയാലോ എന്ന് തോന്നി. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഫാമിൽ നിന്നാണ്. ഇനീഷ്യലി കുറച്ചു കാലം നമ്മൾ നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. നമ്മൾക്ക് ഇതെങ്ങനെ പോകും എന്ന് പറഞ്ഞ് നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഗ്രാജുവലി നമ്മൾ ഓരോന്ന് അങ്ങ് പഠിച്ചിട്ട് ഇപ്പം നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഇതിന്റെ സെയിൽ എന്ന് പറയുന്നത് ഫാം അല്ലാതെ പുറത്തൊന്നും ഉണ്ടല്ലോ. ഫാമുകാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ യൂട്യൂബിൽ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ അവരും ഇതുപോലെ പ്ലാന്റ്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമ്മളെ ഹോൾസെയിലില് പ്ലാന്റ്സ് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഹോൾസെയിലറും ആണ്, അതേപോലെ നമ്മളുടെ പ്ലാന്റ്സ് അവരുടെ ബ്ലോഗിൽ ഷെയറും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓൺലൈനായിട്ട് നമ്മൾ വാട്ടർ ലില്ലി ആണെങ്കിലും ലോട്ടസ് ആണെങ്കിലും ഓൺലൈനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് ഉണ്ട്. ഫേസ്ബുക്കിലൂടെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ മഹാരാഷ്ട്ര അങ്ങനെ പുറത്തുള്ള സ്ഥലത്ത് വരെയും നമ്മളെ കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടെത്തും? ഓരോരോ സ്ഥലത്തിനനുസരിച്ചിട്ടായിരിക്കും. ഇത് നമ്മൾക്ക് നോർത്തിലാണെങ്കിലും അത് വെച്ച് സ്റ്റേറ്റ് മാറിയിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. 30 ദിവസം വരെ നല്ല തിക്ക് ട്യൂബർ ആണെന്ന് വെച്ചാൽ ഒന്നും പറ്റില്ല. 30 ദിവസം വരെ ആ ട്യൂബറിന് ഒരു കേടും പറ്റില്ല. ഓക്കെ. ബൗൾ ലോട്ടസിന് ഭയങ്കര തിൻ ട്യൂബർ ആയിരിക്കും, അത് അത്ര ദിവസമൊന്നും നിൽക്കില്ല. പക്ഷെ നമ്മൾ ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ട്യൂബേഴ്സ് നമ്മൾ നല്ല കട്ടിയായിരിക്കും. ഗ്രോത്ത് ടിപ്പ് പൊട്ടാതിരുന്നാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ അഞ്ജു? ഇപ്പം നമ്മൾ വാട്ടർ ലില്ലി നമ്മൾ കൊടുക്കുന്നുണ്ട്. ലോട്ടസും ആദ്യം നമ്മൾ വാട്ടർ ലില്ലി മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗ്രാജുവലി ലോട്ടസും സ്റ്റാർട്ട് ചെയ്തു. ലോട്ടസ് ആദ്യം 3 ലോട്ടസ് ആയിരുന്നു നമ്മായിരുന്നത്. പിന്നെ ഇപ്പം നമ്മളുടെ കയ്യിൽ ലോട്ടസ് 9 ലോട്ടസ് ഉണ്ട്. അതിൽ ബൗൾ ലോട്ടസും ഉണ്ട്, ട്രോപ്പിക്കൽ വെറൈറ്റി ലോട്ടസും ഉണ്ട്. പിന്നെ വാട്ടർ ലില്ലി ആണെന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ വെറൈറ്റി. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ രാവിലെ പൂക്കുന്നതാണ്. പിന്നെ നൈറ്റ് ബ്ലൂമേഴ്സ് പറഞ്ഞു വെച്ചാൽ രാത്രിയാണ് പൂക്കുന്നത്. ഹാർഡി വെറൈറ്റി വാട്ടർ ലില്ലി ഉണ്ട്. അത് വെച്ചാൽ എപ്പോഴെങ്കിലും പൂക്കുള്ളൂ, 1 വർഷത്തിൽ 1 തവണ അങ്ങനെയൊക്കെ പൂക്കുന്ന വാട്ടർ ലില്ലി ഉണ്ട്. നമ്മളുടെ കയ്യിൽ ലോട്ടസും ഉണ്ട്. അപ്പോൾ അഞ്ജു, ഇതൊരു പുതിയൊരാളാണ്, ഒരു ബിഗിനറാണ് ഒരു വാട്ടർ ലില്ലി വാങ്ങുകയാണെങ്കിൽ അവർക്ക് എത്ര കോസ്റ്റ് വരും? അതായത് അറ്റ്ലീസ്റ്റ് ഒരു പ്ലാന്റ് നമുക്കിത് നേരെ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് എത്ര? 150 തൊട്ടിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ 150 തൊട്ടിട്ട് 500 രൂപ വരെ ഉള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ബിഗിനർ വന്ന് വാങ്ങുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ വന്ന് വാങ്ങുകയാണെന്ന് വെച്ചാൽ നമ്മൾ പോട്ടോടെ തന്നെയായിരിക്കും കൊടുക്കുന്നത്, അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട്. ഒന്നില്ലെങ്കിൽ അവർ ബൈക്കിലാണ് വരുന്നത്. ഇപ്പോൾ 2-3 പ്ലാന്റ്സ് ഒക്കെ എടുത്തിട്ട് പോവുകയാണെന്ന് വെച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് പോട്ട് വേണ്ട, ഞങ്ങൾക്ക് പാക്ക് ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആമ്പലൊക്കെ പാക്ക് ചെയ്തിട്ട് കൊടുക്കും. ഈ ആമ്പലിനും അല്ലെങ്കിൽ താമരയ്ക്കും എന്താണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ? ബേസിക് ആയിട്ട് വാട്ടർ ലില്ലി ആണെങ്കിലും ലോട്ടസ് ആണെങ്കിലും സൺലൈറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് വൺ നമ്മൾ ഫെർട്ടിലൈസർ അത് എപ്പോഴൊക്കെ ഇടണ്ടേ? ആമ്പലിലാണെന്ന് വെച്ചാൽ 30 ഡേയ്സ് കൂടുന്ന സമയത്ത് ഇടണം. ആകുന്ന സമയത്ത് 15 ഡേയ്സ് കൂടുന്ന സമയത്ത് ഇടണം. ഓക്കെ. ആമ്പലിലാണെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഇതെവിടെ സൈഡിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ആമ്പലിന്. കാരണം ഇവിടെ റൂട്ട് നമ്മളുടെ സെന്ററിലായിരിക്കും റൂട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആമ്പലിന് സൈഡിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് താമരയാകുന്ന സമയത്ത് താമരന്റെ സെന്ററിലായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. കാരണം റൂട്ട് പോകുന്നത് സർക്കിൾ രീതിയിലായിരിക്കും റൂട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സെന്ററിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരോട് അത് പ്രത്യേകം പറയാറുണ്ട്.
അതെങ്ങനെയാണ് മെയിൻ്റെനൻസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പറയാറുണ്ട്. പിന്നെ ഓരോ ദിവസം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ പൂത്ത പൂക്കളിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അത് വെച്ചാൽ ഇങ്ങനത്തെ പൂവൊക്കെ ഉണ്ടാവും. ഈ ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം. പിന്നെ എന്തെങ്കിലും ഒരു പുള്ളിക്കുത്തോ ഇങ്ങനെ ഇലയില് ഇലയിൽ എന്തെങ്കിലും ഡോട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും കണ്ടു എന്ന് വെച്ചാൽ ബാക്കിൽ നോക്കിയിട്ട് വല്ല പുഴു എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചാൽ അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ. അത് നമ്മള് ഇലയൊക്കെ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ആമ്പലിലാണെങ്കിലും ലോട്ടസിലാണെങ്കിലും 2 എണ്ണത്തിലാണെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. പിന്നെ ഒരുപാട് ഇല ആമ്പലിലൊക്കെ ഒരുപാട് ഇലയുണ്ട് എന്ന് വെച്ചാൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 6 to 7 ലീവ്സ് മതി. അതിൽ കൂടുതലാണെന്ന് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് മെച്യൂർഡ് ആവും. അത് വെച്ചാൽ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഫെർട്ടിലൈസേഴ്സിന്റെ പേരൊക്കെ ഒന്ന് പറയാമോ? ഇതിന് നമ്മൾ NPK ആണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു പേപ്പറിലാക്കിയിട്ട് അത് ഒരു ഐസ്ക്രീം സ്പൂണിൽ ഇട്ടിട്ടാണ്. ഐസ്ക്രീം സ്പൂണിന്റെ അത്രയും. ഓക്കെ. അപ്പൊ 1/4 സ്പൂൺ. ഐസ്ക്രീം സ്പൂണിൽ അത്രയും ഇത് നമ്മൾ പേപ്പറിൽ ചുരുട്ടിയിട്ടാണ്. ആമ്പലാണെന്ന് പറഞ്ഞു വെച്ചാൽ അതിന്റെ സൈഡിൽ ഇട്ട് കൊടുക്കുക. താമരയാണെങ്കിൽ സെന്ററിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇടണ്ട, ഡയറക്റ്റ് ആയിട്ട് ഏത് ഇതാണെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. വെള്ളത്തിൽ ഒഴിച്ചിട്ടും അല്ല, വെള്ളത്തിൽ ഒഴിച്ചിട്ട് പേപ്പറിലാണ് ഇടേണ്ടത്. അത് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു എന്ന് വെച്ചാൽ അത് ലീഫിൽ തട്ടിന്ന് വെച്ചാൽ അത്. പ്രൈസ് റേഞ്ച് പറയോ അഞ്ചോ? അതേപോലെ ഇവിടെ കൊടുക്കുന്ന പ്ലാന്റ്സ് ഏത് റേഞ്ച് മുതൽ ഇവിടെ ഉണ്ടാവും? ഇവിടെ 150 തൊട്ടിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. 150 എന്ന് പറയുന്ന സമയത്ത് അത് നാടൻ വെറൈറ്റിയാണ്. 150 രൂപയ്ക്കുള്ളത്. 500 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ച് ഉണ്ട്. പിന്നെ താമരയാണെന്ന് വെച്ചാൽ നമ്മൾ കിഴങ്ങിനാണെന്ന് വെച്ചാൽ നമ്മൾ 150 രൂപയാണ് കിഴങ്ങിന്. പിന്നെ നമ്മൾ പോട്ടോടെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ താമരയ്ക്ക് പോട്ടിനാണ് നമ്മൾ കോസ്റ്റ്. ഓക്കെ. പോട്ട് നമ്മൾ വലുതാവുന്ന സമയത്ത് 14 ഇഞ്ച് പോട്ടിനാണെന്ന് വെച്ചാൽ ഒരു റേഞ്ച്. 18 ഇഞ്ച് പോട്ടിനാണെങ്കിൽ അത് വേറെ ഒരു ഇതായിരിക്കും. നമ്മള് ഇവിടെ പൂ ഇല്ലാത്തതിനാണെന്ന് വെച്ചാൽ 500 രൂപയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിക്ക്. പൂ ഉള്ളതാകുന്ന സമയത്ത് 600. അതേത് നമ്മൾ ബൗൾ ലോട്ടസ് ഇങ്ങനത്തെ കുഞ്ഞു പോട്ടിൽ വെച്ചു എന്ന് വെച്ചാലും ബൗൾ ലോട്ടസ് നമ്മൾക്ക് ഇതൊക്കെയാണ് ബൗൾ ലോട്ടസ്. നമ്മൾ പോട്ടോടെ കൊടുക്കുന്ന സമയത്ത് വിത്ത് ബഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ 500 രൂപയാണ് നമ്മൾ അതിന് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള വേറെ പ്ലാന്റ്സ്, ഇപ്പോൾ റോസ് ആകാം, ഏത് പ്ലാന്റ്സ് ഇവിടെയുള്ള ഇൻഡോർ ഔട്ട്ഡോർ അങ്ങനത്തെ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് അവർ സെലക്ട് ചെയ്യുന്ന സാധനം നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ. അതിന് വീട്ടിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാം. വീട്ടിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ അങ്ങനെ കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇത്ര എത്ര പോട്ട് വാങ്ങിക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് സാധനം കൊടുക്കും. അപ്പൊ ഇപ്പൊ 1 വർഷമായി. അവളിലും ഒന്ന് പിടിപ്പിച്ച് കൈ പിടിച്ചാൽ മതി. അത് മാറി നിൽക്കപ്പെടാ.